ലോകം ഉറങ്ങുമ്പോൾ, കോഴിക്കോട് നഗരം ഉറങ്ങുമ്പോൾ, സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദത കോഴിക്കോട് നഗരത്തിലുണ്ടാകുമ്പോൾ, കോഴിക്കോട് നഗരത്തിലെ ഒരു ചെറിയ റൂമിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒരു കൂട്ടം വിശ്വാസികൾ വിശുദ്ധ ഖുർആൻ എങ്ങനെ പാരായണം ചെയ്യുന്നു എന്ന് പഠിപ്പിച്ചും സമയം നീക്കി അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കുന്നതല്ലേ ഈ ലോകത്ത് നിലനിർത്തുന്ന ഏറ്റവും വലിയ അഭിമാനകരമായ രക്ഷാകവചം? ലൗലല്ലദീന ലഹും ബിർദുൻ യഖൂമൂന വലല്ലദീന ലഹും സർദുൻ യസൂമൂന لدكدكت أرضكم من تحتكم سحرا فإنكم قوم سوء لا تطيعونا. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചൊല്ലിയതാണ്, ലൗലല്ലദീന ലഹും ബിർദുൻ യഖൂമൂന. രാത്രിയിൽ എല്ലാവരും ഗാർഡൻ ഘയിലാണ്ടുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന് വേണ്ടി നിന്ന് നമസ്കരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ഏറെ സമയം ചെലവഴിക്കുന്ന അല്ലാഹുവിന്റെ അടിയങ്ങളിൽ വളരെ ന്യൂനപക്ഷമായ ഒരു വിഭാഗം ഈ ലോകത്തെ മുസ്ലിം സമുദായത്തിൽ എങ്ങാനും എവിടെയെങ്കിലും ഇല്ലായിരുന്നെങ്കിൽ വലല്ലദീന ലഹും സർദുൻ യസൂന. എല്ലാവരും മൃഷ്ടാന്ന ഭോജനം കഴിക്കുമ്പോ, സുഖഭക്ഷണങ്ങൾ കഴിക്കുമ്പോ, ആർത്തിയോടെ ബഫേ കഴിക്കുമ്പോ, ബുഫേ കഴിക്കുമ്പോ, നമ്മുടെ വീട്ടിലെ സൽക്കാരങ്ങളിൽ കൂടുമ്പോ ആഹാരത്തിന്റെ ക്രമങ്ങളൊക്കെ മാറി മാറി ആഹാരത്തിന്റെ വിഭവങ്ങളൊക്കെ ഏറി സമൂഹത്താകെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോ പകലിൽ മുഴുക്കി അല്ലാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തരായ ഒരു ന്യൂനപക്ഷം ഈ ഭൂമുഖത്ത് മനുഷ്യ സമുദായത്തിൽ അല്ലാഹുവിന്റെ അടിയങ്ങളില്ലായിരുന്നുവെങ്കിൽ ആരാരും കാണാതെ ആരാരും അറിയാതെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് എറിയപ്പെട്ട ഇത്തരം വ്യക്തിത്വങ്ങൾ ഒരുപക്ഷേ വലിയ ചുമടുപേറിയ അങ്ങാടുകളിലൂടെ ഭ്രാന്തന്മാരായി അവർ നടക്കുന്നുണ്ടായിരിക്കാം. നമ്മളോടുകൂടെ നടക്കുമ്പോ ആരാരും അവഗണിക്കപ്പെട്ടുകൊണ്ട് അവർ നടക്കുന്നുണ്ടായിരിക്കാം. അത്തരം ഭക്തന്മാരായ അല്ലാഹുവിന്റെ അടിയങ്ങളിൽ ഈ ഭൂമുഖത്ത് ജീവിക്കുന്നില്ലായിരുന്നുവെങ്കിൽ ഈ ഭൂമിക്ക് മുകളിൽ, ഈ ശരണീയമ്മക്ക് മുകളിൽ, ഇതിന്റെ മുകളിൽ വെച്ച് നടക്കുന്ന തോന്നിവാസങ്ങളെ ചൊല്ലി നിങ്ങളുടെ ഭൂമിക്കിടലം കൊണ്ട് ഉറച്ചിട്ട് ഭൂകമ്പമുണ്ടാകുമായിരുന്നു. പാതിരാ സമയത്ത് നിങ്ങളുടെ ഭൂമിക്കിടെ വിളച്ചിട്ട് സുനാമി അടിച്ച് തകർക്കുമായിരുന്നു നിങ്ങളുടെ ഭൂമിയിലും നഗരങ്ങളിലും ആ സകലം. പക്ഷേ അല്ലാഹുവിനെ രക്ഷിക്കാൻ അല്ലാഹു ഏറ്റെടുത്ത ബാധ്യതയുള്ള അല്ലാഹുവിനെ ഈ ഭൂമുഖത്ത് നിർത്താൻ ആർക്ക് വേണ്ടിയാണോ കാത്തു നിൽക്കുന്നതെങ്കിൽ അവർ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾ അല്ലാഹുവിനനുസരിക്കാത്ത വഴിപ്പെടാത്ത വളരെ ചീത്ത ജനങ്ങളാകുന്നു നിങ്ങളെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ കാലത്തെ ജനങ്ങളെ നോക്കിയാണ് സംബോധന ചെയ്ത് പറഞ്ഞതെങ്കിൽ അലിയാരുടെ കാലശേഷം ഒരു സഹസ്രാബ്ദം, 1.5 സഹസ്രാബ്ദം കഴിഞ്ഞിട്ട് പുറകോട്ട് നിൽക്കുന്ന ഈ സമൂഹത്തിന്റെ മുഖത്ത് നോക്കി ഇന്നൊരാളെങ്ങനെ ചൊല്ലുന്നു, ഇന്നൊരു കവി എങ്ങനെ വിവരിക്കും ഈ സമൂഹത്തിന്റെ മുഖത്ത് നോക്കി എന്ന വാക്യത്തിന് പകരം സാഹിത്യത്തിൽ പറയാൻ പറ്റുന്ന ഒരു വാചകം വേറെ ഇവിടെ കിട്ടും. അത്തരം ഊരാളന്മാർ ജീവിക്കുന്ന ഈ ലോകത്ത് ഇത്തരം സ്ഥാപനങ്ങളല്ലയോ ഈ ലോകത്തെ പിടിച്ചു നിർത്തുന്നത്? ആശയപരമായി മാത്രമല്ല, വിദ്യാഭ്യാസപരമായി മാത്രമല്ല, ശാസ്ത്രപരമായി മാത്രമല്ല, ആസ്തിക്യപരമായി ലോകത്തെ പിടിച്ചു നിർത്തുന്നത്, കോഴിക്കോടിന് ജീവൻ നൽകുന്നത്, മുസ്ലിം സമുദായത്തിന് ലോകത്ത് ജീവൻ നൽകുന്നത് അത്തരം സ്ഥാപനങ്ങളും രാത്രി ഉറക്കമിളിച്ചു അല്ലാഹുവിന്റെ കലാം പാരായണം ചെയ്യുന്ന ഭക്തന്മാരുമാണ്.